السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി അധ്വാനിക്കണം, പരിശ്രമിക്കണം. യഥാമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് ആണും പെണ്ണുമായ രീതിയിൽ ഇണകളായിക്കൊണ്ടാണ്. കാരണം സമൂഹമായിട്ട് ജീവിക്കണമെന്നാണ് മതത്തിൻ്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും താൽപ്പര്യം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് മനുഷ്യ തലമുറ ഇവിടെ നിലനിൽക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിച്ച ഖലീഫ അഥവാ മനുഷ്യന്മാരുടെ പാരമ്പര്യം ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ആ ഒരു കുടുംബത്തിലേക്ക് സത്യവിശ്വാസികൾ പ്രവേശിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. മുസ്ലിം സമുദായത്തെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് വളരെ പരിശുദ്ധമായ വിവാഹ രംഗത്തും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള വിവാഹമോചന രംഗത്തും ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതോടൊപ്പം തന്നെ അജ്ഞതകളും കയറിക്കൂടിയിട്ടുണ്ട്. പല കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്നത് പ്രമാണങ്ങളിൽ ഉള്ളതുപോലെയല്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും വിവാഹമോചനത്തിലൂടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. വിവാഹത്തിലും അങ്ങനെ തന്നെയാണ്. അതിനാൽ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ വിവാഹം ഏതു രൂപത്തിലായിരിക്കണം, ഇനി അവന് വിവാഹമോചനം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഇസ്ലാമികമായ രീതി എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. കാരണം നാട്ടിലേതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതാണ് ദീനായിക്കൊണ്ട് പല ആളുകളും മനസ്സിലാക്കുന്നത്. ഏത് വിഷയത്തിലും എന്ന പോലെ വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഇസ്ലാമിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളും മാർഗനിർദ്ദേശങ്ങളും വിവാഹരംഗത്തും വിവാഹമോചന രംഗത്തും ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖലഖനാകും അസ്വാജൻ. സൂറത്തുൻ നബയിലെ 8-ാമത്തെ ആയത്താണ്. നിങ്ങളെ ഇണകളാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ ആണും പെണ്ണുമായ നിലയിലാണ് മനുഷ്യന്മാരെ അല്ലാഹു സൃഷ്ടിച്ചത്.
യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അല്ലയോ മനുഷ്യന്മാരെ, അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾ ഒരു നഫ്സിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ് മനുഷ്യന്മാരെ അല്ലാഹു സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ, ആ ആദമിൽ നിന്ന് തന്നെയാണ് ആ ആദമിന്റെ ഇണയായ ഹവ്വയെയും അല്ലാഹു സൃഷ്ടിച്ചത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അങ്ങനെ ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഒരുപാട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചു. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ ഒരു രീതിയാണ്. അതുപോലെ തന്നെ വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസിഹറ, അള്ളാഹു നിങ്ങളൊരു വെള്ളത്തിൽ സൃഷ്ടിച്ചു, അതിനുശേഷം നിങ്ങൾക്കിടെ രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. വൈവാഹിക ജീവിതത്തിലൂടെയാണ് ഈ രണ്ട് ബന്ധങ്ങളും മനുഷ്യന്മാരിൽ ഉണ്ടാവുക. രക്തബന്ധവും കുടുംബബന്ധവും അഥവാ രക്തബന്ധവും കെട്ടുബന്ധങ്ങളും ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ്. അതുകൊണ്ട് അതിന് അടിസ്ഥാനപരമായി ഇസ്ലാം പറയുന്നു, വിവാഹം അതിന് കഴിവുള്ള ആളുകൾ നിർബന്ധമായി കൊണ്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അങ്ങനെ തന്നെ കാണാം. പ്രവാചകൻ പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, അല്ലയോ യുവാക്കളെ യുവതികളെ, നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹത്തിന് ശക്തിയുണ്ടെങ്കിൽ, ശാരീരികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ ശക്തി എന്നാണ് ഇതിന് ബാഅത്തിന് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം. യാനി അൽ ഇസ്തിതാഅത്തുൽ ബദനിയ വൽ മാലിയ, ശാരീരികവും സാമ്പത്തികവുമായ, സാമ്പത്തികം എന്ന് പറഞ്ഞ വലിയ സമ്പന്നതയല്ല, നേരെ മറിച്ച് തന്റെ ഇണയെ പോറ്റിക്കൊണ്ട് നടക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവന് ശാരീരികമായ മറ്റു പ്രയാസങ്ങളൊന്നുമില്ലെങ്കിൽ ഫല്യതസവ്വജ്, അവൻ നിർബന്ധമായി കൊണ്ട് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവർ നിർബന്ധമായി കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. കാരണം എന്തുകൊണ്ടാണ്? അതവന്റെ കല്യാണം കഴിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈംഗിക വിശുദ്ധിയും അവന്റെ ഈമാനും അവന്റെ വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ വളരെ അത്യന്താപേക്ഷിതമാണ്. ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകൾ താഴ്ത്താനും വഹ്സനുൽ ഫർജി, അവന്റെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാനും ഏറ്റവും നല്ലത് വിവാഹമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമല്ലം യസ്തതി, ഇനി അതിനൊരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ ശാരീരികമായി കൊണ്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ തന്റെ ലൈംഗിക വികാരങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി അവൻ നോമ്പ് നോൽക്കട്ടെ. ഫഇന്നഹു ലഹു വിജാഉൻ, അതവനൊരു പരിചയമായിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൃത്യമായി കൊണ്ട് നിർബന്ധമായൊരു തരത്തിൽ തന്നെയാണ് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ വിവാഹവും വിവാഹാനന്തര ജീവിതവും ഒരിക്കലും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനകൾക്കോ അവന്റെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധങ്ങൾക്കോ അതല്ലെങ്കിൽ ഈമാനികമായ കാര്യങ്ങൾക്കോ ആരാധനകൾക്കോ ഒരു തടസ്സവും സൃഷ്ടിക്കുകയില്ലെന്ന് മാത്രമല്ല, അതിന് സഹായകമാവുകയാണ് പലപ്പോഴും ചെയ്യുക. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ, അവരെല്ലാവരും കല്യാണം കഴിച്ചവരും അവർക്ക് കുട്ടികളുള്ളവരുമായിരുന്നു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പ് നാം പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്, അവർക്ക് നാം ഇണകളെയും അതുപോലെ തന്നെ സന്താനങ്ങളെയും നാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല സഹോദരന്മാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവൻ അനുഭവിക്കുന്ന കൺകുളിർമകളിൽ മാനസികമായ ആനന്ദങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് തന്റെ ഭാര്യയിലൂടെയും തന്റെ സന്താനങ്ങളിലും ലഭിക്കുന്ന ആനന്ദം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ അന്നിസാഉ വത്തയ്യിബ്, എനിക്ക് ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്റെ ഭാര്യമാരും അതുപോലെ തന്നെ സുഗന്ധവുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠന്മാരില്ല, അനിയന്മാരില്ല, പെങ്ങന്മാരില്ല, വാപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല. പ്രവാചകന്റെ യതീമാണല്ലോ. അങ്ങനെയുള്ളൊരു യതീമായി വളർന്ന് ഒരു മനുഷ്യൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൺകുളിർമ എന്ന് മനസ്സമാധാനം എന്ന് പറയുന്നത് അവിടുത്തെ ഭാര്യമാരായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല, വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹ് പറഞ്ഞെന്താ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതനാ ഖുറത അയുൻ. ദുനിയാവിന്റെ ഖുറത്തു അയുൻ, ദുനിയാവിന്റെ കൺകുളിർമ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇണകളിലും അവന്റെ സന്താനങ്ങളിലും ആണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വീട്ടിൽ 3 ആളുകൾ വന്ന സംഭവം നമുക്കറിയാലോ.
അവർ പ്രവാചകന്റെ ആരാധനകളെ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് തോന്നി ഞങ്ങളുടെ ആരാധനകൾ വളരെ കുറവാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ആരാധനകൾ ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുകയും അതിലൊരാൾ പറഞ്ഞു, ഇനി ഞാൻ രാത്രി ഉറങ്ങുകയില്ല, എന്നും നിസ്കാരം. മറ്റേ ആൾ പറഞ്ഞു, ഇനി കല്യാണം ഒന്നും കഴിക്കൂല, കല്യാണം കഴിച്ചാൽ ഒരുപാട് തിരക്കുകളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ആരാധനയാണ്, കല്യാണം കഴിക്കൂല. മറ്റേ ആൾ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് എടുക്കാൻ പോകാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയ്ക്ക് ആരാധനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്താൽ പോരല്ലോ എന്ന് പ്രവാചകന്റെ ചില അനുയായികൾ തെറ്റിദ്ധരിച്ചു. ഇതറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കോപിഷ്ഠനായി. പ്രവാചകൻ മിമ്പറിൽ കയറിക്കൊണ്ട് സഹാബത്തിനെ ഓർമ്മിപ്പിക്കുവാൻ ഇമാബാലു അഖ്വാമീൻ, ഇന്ന ചില ആളുകൾക്ക് ഇന്ന രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ പ്രവാചകൻ പറഞ്ഞു, വലാകിന്നി അന ഉസല്ലി വ അനാം, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്. വ അസൂമു വ ഉഫ്തിർ, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ട്, സുന്നത്ത് നോമ്പ് ഒഴിവാക്കാറുണ്ട്. വ തസവ്വജു നിസാ, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ സുന്നത്തിനെ, അഥവാ കല്യാണം കഴിക്കണം, രാത്രി നിസ്കരിക്കണം, രാത്രി ഉറങ്ങണം, അതുപോലെ തന്നെ നോമ്പ് നോൽക്കണം, നോമ്പ് ഒഴിവാക്കണം, ഇതാണ് പ്രവാചകന്റെ ദീൻ, ഇതാണ് സുന്നത്ത്. ആ സുന്നത്തിന് വിരുദ്ധമായതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും കല്യാണം പോലും കഴിക്കാതെ ആരാധനയിൽ മുഴുകുന്ന രീതി ഉണ്ടെങ്കിൽ അവൻ എന്റെ സുന്നത്തിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ എന്റെ ചര്യക്ക് വെറുപ്പ് കാണിക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, പ്രവാചകന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ ഒരിക്കലും തന്നെ സന്യാസത്തിന് ഇസ്ലാം പ്രോത്സാഹനം കൊടുക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം, ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങൾ, മതപുരോഹിതന്മാർ, അച്ഛന്മാരും പാതിരിമാരും ഫാദർമാരൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം എന്താണ്? അവർക്ക് ആ ദൈവത്തോടുള്ള, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള അദൈവമായ ആ ഒരു ആരാധന മനോഭാവം കിട്ടണമെങ്കിൽ കുട്ടികളും പെണ്ണുങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിശ്വാസം. പൂർണ്ണമായിക്കൊണ്ടും ദൈവികമായ ചിന്തയിൽ മാത്രം മുഴുകി ജീവിക്കണമെങ്കിൽ ഈ കുട്ടികളും പെണ്ണുങ്ങളും കല്യാണമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന തെറ്റിദ്ധാരണയാണ് മറ്റു മതക്കാർക്കുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുന ബിൽ ബാഇ, പ്രവാചകൻ ഞങ്ങളോട് കല്യാണം കഴിക്കാൻ കൽപ്പിക്കാറുണ്ട്. വയൻഹ അനി തബത്തുൽ നഹ്യൻ ശദീദൻ, കഠിനമായിക്കൊണ്ട് സന്യാസ ജീവിതം അഥവാ കല്യാണം ഒഴിവാക്കിയുള്ള ജീവിതം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നതാണ്. അത് പ്രവാചകൻ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വിരോധിച്ചൊരു കാര്യമായിരുന്നു എന്നാണ്. മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇണയും തുണയും ഇല്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ലെന്നും മനുഷ്യകുലത്തിന്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് ഇണയെ കൊടുത്തു. ഇനി അങ്ങനെ ഞങ്ങൾക്ക് ഇണയും തുണയുമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് ആ വാദത്തോട് പരിപൂർണമായിക്കൊണ്ട് നീതി പുലർത്താൻ സാധിക്കുകയില്ല എന്നും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിലും ഈ ക്രിസ്ത്യാനികൾ ഈ ഒരു ബ്രഹ്മചര്യം ആചരിച്ചിരുന്ന ആളുകളായിരുന്നു. അള്ളാഹ് പറയാണ്, വറഹ്ബാനിയത്തിൻ ഇബ്തദഉഹാ മാ കതബ്നാ അലൈഹിം, അവർ ചില ആളുകൾ, ഈ സന്യാസ ജീവിതം നയിക്കുന്ന ആളുകൾ, അവർ കല്യാണം കഴിക്കാതെ കുട്ടികളും മക്കളൊന്നും ഇല്ലാതെ ഭാര്യമാരില്ലാതെ ചില ആളുകൾ ജീവിക്കും. അള്ളാഹ് പറയാണ്, അത് അവർ സ്വന്തമായി കൊണ്ടുണ്ടാക്കിയ മതമാണ്. വറഹ്ബാനിയത്തിൻ ഇബ്തദഉഹാ മാ കതബ്നാ അലൈഹിം, നാം അവർക്കത് ഒരു മതത്തിലും ഒരു പ്രവാചകന്റെ ശരീഅത്തിലും അങ്ങനൊരു നിയമം നാം അവർക്ക് കൊടുത്തിരുന്നില്ല. ഇല്ല ഇബ്തിഗാ റിദ്വാനില്ല, പക്ഷെ അവരത് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം, കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കണമെന്ന് വിചാരത്തിലാണ്. എന്നാൽ ഫമാ റഔഹാ ഹഖ്ഖ റിആയതിഹാ, അത് പൂർണ്ണമായിക്കൊണ്ടും ആ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പല പാതിരിമാരും മറുകണ്ഠം ചാടാറുണ്ട്. കാരണം മനുഷ്യന്റെ ഫിത്രത്തിൽ ഭാഗമാണ്. ഇപ്പൊ ഈ അമേരിക്കയിൽ 1950 മുതൽ 2002 വരെയുള്ള 52 വർഷത്തെ പാതിരിമാരുടെ ചരിത്രം, അവരുടെ പീഡനത്തിന്റെ കഥകൾ പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്, ജോൺ ജെ റിപ്പോർട്ട് എന്ന് പറയുന്ന 2004 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വളരെ മോശമായ അവസ്ഥയാണ്. ഇത്തരം വിവാഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് അവിടെ ലൈംഗികാസക്തിയെ തടുക്കാനും അതുപോലെ അത് അടക്കി പിടിക്കാനും സാധിക്കാത്തതിന്റെ പേരിൽ പീഡിതരായിട്ടുള്ള ആളുകളുടെ പരാതികൾ സഭയിലേക്ക് ചെന്ന് അവസാനം പോപ്പ് വരെ അവർക്ക് പരസ്യമായി കൊണ്ട് മാപ്പ് പറയേണ്ട അവസ്ഥ ഉണ്ടായി. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അത് ഏത് മതത്തിലും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയും ഇപ്പൊ നമ്മൾ ഈ അടുത്ത് കേട്ടല്ലോ, ഒരു 10, 15, 16 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥ, അതെല്ലാ മതത്തിലുണ്ടാവും. പക്ഷെ അതിന് ഇസ്ലാമിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, വിവാഹം എന്ന് പറയുന്ന സൊല്യൂഷൻ. ആ ഒരു വാതിൽ അടച്ചിട്ട് ഞങ്ങൾക്കതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് സന്യാസം സ്വയം സ്വീകരിക്കുന്ന ആളുകൾ അള്ളാഹ് പറയാണ്, ഫമാ റഔഹാ ഹഖ്ഖ റിആയതിഹാ, അതവർക്കത് പാലിക്കാൻ കഴിയില്ല. കാര്യം അത് മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. ഇവിടെ സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ, ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള, ഏറ്റവും നിർബന്ധമെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞ ഹദീസിൽ നിന്ന് മാറ്റി മനസ്സിലാകുന്ന കല്യാണം, ആ കല്യാണത്തോടൊരു വിരക്തി സമുദായത്തിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
കല്യാണം വേണ്ട. ഇപ്പോൾ 18-ാമത്തെ വയസ്സ്, പണ്ടൊക്കെ 15-16 വയസ്സാകുമ്പോൾ നമ്മൾ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. അപ്പോൾ 16 പോയി 18 18 20 20 വയസ്സായാലും കല്യാണത്തിന് ആലോചിക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയും. 22 ആയാലും വേണ്ടാന്ന് പറയും. അത് 25 30 ഒക്കെ ആയാലും പിന്നെ ഞങ്ങൾ കല്യാണം വേണ്ടാന്ന് പറയുകയാണ് നമ്മുടെ പെൺമക്കൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ തലമുറ ഒന്ന് പിന്നെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്ന രീതിയാണ് പലപ്പോഴും പെൺകുട്ടികളുടെ മനസ്സിലുള്ളത്. ഒരു കല്യാണമാകുമ്പം ഭർത്താവിനെ എങ്ങനെ ആശ്രയിച്ച് ജീവിക്കണ്ടേ? ഭർത്താവിൻ്റെ സമ്പത്തും ഭർത്താവിൻ്റെ വരുമാനവും ഭർത്താവിൻ്റെ ജോലിയും. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട, ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാതെയും നമുക്ക് സ്വതന്ത്രമായിക്കൊണ്ട് ജീവിക്കാൻ കഴിയും എന്ന ഒരു ധാരണയും, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. ഒരു ഭാര്യയായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഭർത്താവിനെ അനുസരിക്കേണ്ടി വരും, ചിലപ്പോൾ അമ്മോശനും അമ്മായിയും അനുസരിക്കേണ്ടി വരും, കുടുംബ ബന്ധങ്ങളുണ്ടാവും, മക്കളുണ്ടാവും, മുലയൂട്ടേണ്ടി വരും, ഗർഭം ധരിക്കേണ്ടി വരും, പ്രസവിക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ബാധ്യതകളുണ്ട്. നേരെ മറിച്ച് ഒരു ബാഗും തോളിട്ട് ഇങ്ങനെ ചുണ്ട് ചോപ്പിച്ച് നടന്നാൽ പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല എന്ന് പണ്ടൊരാൾ പാടിയില്ലേ, അതുപോലെ ഇങ്ങനെ നടക്കാനാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിന്ത. ഈ ഒരു ചിന്തയുടെ അപകടം എവിടെ ചോദിച്ചാൽ, മനസ്സില്ലാ മനസ്സോടെ വാപ്പൊരു കല്യാണം കഴിച്ചു കൊടുത്താൽ ഒരു 3-4 മാസം കഴിഞ്ഞ മുമ്പ് ത്വലാഖ് സംഭവിക്കാൻ നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ കണ്ടമാനം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ത്വലാഖ് സംഭവിക്കാൻ കാരണം എന്താണ്? ഇസ്ലാമിൽ വിവാഹം എന്നുണ്ടാക്കി അന്ന് ഇസ്ലാമിൽ ത്വലാഖുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടുതൽ ത്വലാഖിന്റെ കേസുകൾ മുസ്ലിം സമുദായത്തിൽ വരാൻ കാരണം? ഇതാണ് പെൺകുട്ടികൾ കല്യാണം വേണ്ട, ഒരു ആണിന്റെ തുണ വേണ്ട, അവർക്കിങ്ങനെ സ്വതന്ത്രമായി അടിച്ചുപൊളിച്ച് ജീവിക്കണം. ഈ ഒരു കൺസെപ്റ്റ് വളരെ അപകടകരമായ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണ് സഹോദരന്മാരെ സമൂഹത്തിൽ ഉണ്ടാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 ആളുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 ആളുകൾ, ആ 3 ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ബാധ്യതയെ പടച്ചോൻ ഏറ്റെടുത്ത കാര്യമാണ്. സലാസത്തുൻ അലല്ലാഹി ഔനുഹും, 3 ആളുകളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാണ്, അവർ അള്ളാഹു സഹായിക്കും. അതാരാണ്? ഒന്ന് അൽ മുജാഹിദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പടയാളികളെ, പിന്നെ ധീര യോദ്ധാക്കൾ അള്ളാഹു സഹായിക്കും. വന്നാകിഹു യുരീദുൽ അഫാഫ്, തന്റെ ജീവിതം ശുദ്ധമാകണം, പവിത്രതയുണ്ടാകണം, അല്ലെങ്കിൽ ചാരിത്ര വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന ഉദ്ദേശത്തിൽ ഒരു മനുഷ്യൻ കല്യാണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ആ നിക്കാഹ് ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹ് സഹായിക്കുന്ന, അവർക്ക് എന്തെങ്കിലും എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ അവർ അതിലേക്ക് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായിത്തീരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ മുക്കാത്തിബ് യുരീദുൽ അദാ, തന്റെ യജമാനുമായിക്കൊണ്ട് കരാറിൽ ഏർപ്പെട്ടൊരു അടിമ, ആ അടിമയും അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. മാത്രമല്ല സഹോദരന്മാരെ, ഒരാണും പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. ഇത് അള്ളാഹുവിന്റെ ഒരു ആയത്താണ്. ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും പോലെ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പോലെ ആ ഒരു ആണും പെണ്ണും ഒരു ഇണയും തുണയുമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഇത് അള്ളാഹുവിന്റെ ആയത്താണ്. മാത്രമല്ല വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, ഈ 2 ഇണകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ മവദ്ദത്തും റഹ്മത്തും എപ്പോഴാണ് ഉണ്ടാകുക? അസ്വാജ് ആയതിനു ശേഷം ഉണ്ടാകുക. പലപ്പോഴും എന്താ വെച്ചാൽ പ്രേമവിവാഹങ്ങൾ എന്തുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത് ചോദിച്ചാൽ 90, ഇപ്പോൾ സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് നിരീക്ഷിച്ചല്ലോ, സുപ്രീം കോടതിയിൽ വരുന്ന 98% വിവാഹമോചന കേസുകൾ എന്താണ്? പ്രേമവിവാഹങ്ങളാണ്. എന്തുകൊണ്ടാണ് പ്രേമവിവാഹങ്ങൾക്ക് ബർക്കത്തില്ലാതെ പോകുന്നത്? അല്ലാഹു ഈ ആയത്തിൽ പറയുന്നുണ്ട്, പിന്നെ അല്ലദീ അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങൾക്ക് സൗജുകളായി അല്ലാഹു നിശ്ചയിച്ചു. ഈ സൗജ് ഉണ്ടെങ്കിൽ, ഈ സൗജ് ആയതിനു ശേഷമാണ് വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മത്തുൻ ഉണ്ടാവുള്ളൂ. ഒരു ഇണയായി നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവിടെ അള്ളാഹു ഇടപെടുകയും അവിടെ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകുള്ളൂ. അതല്ലാതെ ഇണയാകുന്നതിന് മുമ്പ് തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാവില്ല. അത് ഏറെക്കാലത്ത് മുന്നോട്ട് പോകില്ല, അത് വഴിക്ക് വെച്ച് പഞ്ചറായി പോകും. അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഏത് സമുദായത്തിലാണെങ്കിലും അങ്ങനെയുള്ള വിവാഹങ്ങൾക്കൊന്നും പിന്നെ അധികമായ ആയുസ്സുകളില്ലാത്തത്. മാത്രവുമല്ല, ഒരു വിശ്വാസി സംബന്ധിച്ചത് ഞാൻ പറഞ്ഞു, വിവാഹം എന്ന് പറഞ്ഞൊരു ആരാധനയാണ്. ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരിക്കലും അതിൽ ഏർപ്പെടാൻ പാടില്ല. ഇപ്പോൾ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും അതുപോലെ മറ്റേത് കർമ്മങ്ങളാണെങ്കിലും ഭൗതികമായ ഒരു ലക്ഷ്യം ഒരിക്കലും വിവാഹത്തിനുണ്ടാകാൻ പാടില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കല്യാണം ആലോചിക്കുക, പെൺകുട്ടികൾ കല്യാണം ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആധിയായിരുന്നു മനസ്സിൽ. കാരണം സ്ത്രീധനം കൊടുക്കണം, 50 കൊടുക്കണം, 50,000 രൂപയാണെങ്കിൽ 50 പവനാണ്.
അവരോട് ജ്യേഷ്ഠത്തിക്ക് അത്ര കൊടുത്തിട്ടുള്ളത് ഇത് ഉളുപ്പില്ലാതെ ചോദിക്കുന്ന ആണുങ്ങളും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇവ പരസ്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഉള്ളിലൊക്കെ രഹസ്യമായിട്ടുണ്ടാകാം. സഹോദരന്മാർ, ഒരു വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളൊരു കരാറാണ്. ആ കരാറിന് ഒരിക്കലും തന്നെ ഭൗതികമായ ലക്ഷ്യമുണ്ടാകാനേ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ. 4 കാര്യങ്ങൾക്കാണ് ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഒരു സ്ത്രീയെ വിവാഹം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് അവരുടെ തറവാടിത്തമാണ്, അവരുടെ സമ്പത്താണ്, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യമാണ്, അവരുടെ ദീനാണ്. പ്രവാചകൻ പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവരെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. അതിന്റെ പേരിൽ നീ ഫഖീറായി പോയിരുന്നാലും ശരിയെന്ന് പ്രവാചകൻ പറയാൻ. ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യം നോക്കാൻ പാടില്ല എന്നല്ല, ഒരു പെണ്ണിന് തറവാടിത്തവും അവർ സമ്പത്തും നോക്കരുത് എന്നല്ല, പക്ഷെ പ്രഥമ മാനദണ്ഡം അതാകാൻ പാടില്ല. ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുമ്പോൾ അവന്റെ പ്രഥമമായ നോട്ടം, പ്രഥമമായ മാനദണ്ഡം അവിടെ ദീനായിരിക്കണം. ദീനും സമ്പത്തും ഉണ്ടെങ്കിൽ നല്ലതാണ്, ദീനും തറവാടും ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ തറവാടുണ്ട് ദീനില്ലെങ്കിൽ അത് പാടില്ല. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. മാത്രമല്ല, അങ്ങനെയുള്ള വിവാഹങ്ങൾക്കാണ് ഇസ്ലാമിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക. മാത്രമല്ല, ആദർശം ഒന്നാകണം. ദീനുള്ളവൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും, ഇപ്പോക്ക് ദീനൊന്നുമില്ല, അപ്പൊ അങ്ങനെ അടിച്ചുകൊടുത്ത് ജീവിക്കുന്ന ആളാണ്, ഞാൻ കെട്ടിയിട്ട് ദീനുണ്ടാക്കും. അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഫദ്ഫർ ബിദാത്തി ദീൻ എന്ന് പറഞ്ഞ ദീൻ ഉള്ളവളെ തെരഞ്ഞെടുക്കണം എന്നാ. കെട്ടുമ്പോൾ ഉണ്ടാകണം ദീന്, നീ കെട്ടിയിട്ടുണ്ടാക്കാൻ പറ്റൂല. കാരണം കെട്ടിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഓള ദീനക്ക് അങ്ങോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാക്കുക. പലപ്പോഴും അങ്ങനെയാണ് സമൂഹത്തിൽ ധാരാളം കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും ഭർത്താക്കന്മാർ പിന്നീട് സ്ത്രീകളുടെ ആ ഒരു ലിബറൽ ചിന്താഗതികളിലേക്കും അല്ലെങ്കിൽ ഇലാസ്റ്റിലേക്കും അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ്. നമ്മൾ വിചാരിക്കോളെ കെട്ടിയിട്ട് നന്നാക്കാൻ ഇല്ല. മാഷാ അല്ലാഹ്, ചില ആളുകൾ അങ്ങനെ നന്നായിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ അങ്ങനെയല്ല. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളെ തിരഞ്ഞെടുക്കണം. ആദർശമാണ് ഏറ്റവും പ്രഥമമായ പരിഗണന. തൗഹീദും സുന്നത്തും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കല്യാണം കഴിക്കേണ്ടതും കല്യാണം കഴിപ്പിക്കേണ്ടതും. അങ്ങനെ തന്നെയാണ്, ഇത് രണ്ടും അങ്ങനെ തന്നെയാണ്. ദീൻ അത് കെട്ടുമ്പോൾ മാത്രം പോരാ, കെട്ടിക്കുമ്പോൾ ദീൻ നോക്കണം. അള്ളാഹ് പറഞ്ഞു, വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന, നിങ്ങൾ ഒരു മുശ്രിക്കത്തായ പെണ്ണിനെ, ശിർക്ക് ചെയ്യുന്ന പെണ്ണിനെ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. മുശ്രിക്കിനെ കല്യാണം കഴിക്കാൻ പാടില്ല. ഹത്താ യുഅ്മിന്ന, അവർ വിശ്വാസിയാകുന്നത് വരെ. വല അമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ, ഒരു മുശ്രിക്കത്തായ പെണ്ണിനെ കെട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഒരു മുസ്ലിമായ അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ആ അടിമ സ്ത്രീ കെട്ടുന്നതാണ്. വലു ആജബത്തുക്കും, അവിടെ സൗന്ദര്യവും തറവാടിത്വവും ജോലിയും സ്ഥാനവും മാനവും ഒക്കെ നിന്നെ എത്ര അത്ഭുതപ്പെടുത്തിയാലും ശരി, അതവിടെ നിന്നോട്ടെ. ഇനി വീണ്ടും അല്ലാഹ് പറയാൻ, വലാ തുൻകിഹുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത്. അപ്പൊ കല്യാണം കഴിക്കുമ്പോഴും ദീൻ നോക്കണം, കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴും ദീൻ നോക്കണം. ഹത്താ യുഅ്മിനു, അവർ മുഅ്മിനുകളാവുന്നത് വരെ. വല അബ്ദു മുഅ്മിനു ഖൈറു മിൻ മുശ്രിക്കിൻ, ഒരു വിശ്വാസിയായ അടിമയാണ് ഒരു മുശ്രിക്കായ പുരുഷനേക്കാൾ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ നല്ലത്. ഇതിന് അല്ലാഹ് പറയാണ്, വലു അജബക്കും, അവന്റെ സമ്പത്തും തറവാടിത്തൊക്കെ അത്രയും അത്ഭുതപ്പെടുത്തിയാലും ശരി. കാരണം എന്തുകൊണ്ടറിയാം? വിവാഹ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ആദർശം നോക്കുന്നത്? ഉലൈക യദ്ഊന ഇലന്നാർ, അവർ നരകത്തിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ നിങ്ങളുടെ മകളെയും കൂട്ടിയോ നരകത്തിക്കാണ് പോകും. നിങ്ങളൊരു പെണ്ണിനെ മുശ്രിക്കത്തായപ്പോൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ചാൽ നിങ്ങളെയും കൂട്ടിയോളും നരകത്തിക്കാണ് പോകും. അതുകൊണ്ട് ഉലൈക യദ്ഊന ഇലന്നാർ വല്ലാഹു യദ്ഊ ഇലൽ ജന്നത്തി വൽ മഗ്ഫിറ, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ജന്നത്തിലേക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കുമാണ്. ഇവിടെ സഹോദരന്മാരെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരു വിവാഹ ജീവിതത്തിൽ കെട്ടുന്നിടത്തും പലപ്പോഴും ആദർശം നോക്കണം. പലപ്പോഴും കെട്ടുന്നിടത്ത് പലപ്പോഴും പല ആളുകളും മുജാഹിദീങ്ങളൊക്കെ ആദർശം നോക്കാറുണ്ട്. പക്ഷെ കെട്ടിക്കുന്നിടത്ത് പലപ്പോഴും ആദർശം നോക്കാറില്ല. ഏതായാലും നല്ലൊരു കല്യാണം വന്നല്ലേ, ഓനെ ഖത്തറിൽ നല്ല ജോലിയാണ്, അതുപോലെ തന്നെ ഓൻ്റെ വാപ്പന്തോ IAS ഓഫീസറാണ്, ആയിക്കോട്ടെ കിട്ടിയതല്ലേ. ആ വീട്ടിൽ മൗലൂദ് നടക്കുന്നുണ്ടാവും, ബിദഅത്ത് നടക്കുന്നുണ്ടാവും, ആണ്ടുണ്ടാവും, എല്ലാ ബിദഅത്തുകളും അവിടെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നോക്കൂല. അവസാനം മനസ്സോടെ ഈ പെൺകുട്ടിയെ നമ്മൾ ആ മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഭൗതികമായ താല്പര്യം മാത്രം നോക്കുകയാണെങ്കിൽ, ആ ഭർത്താവിന്റെ ദീൻ നോക്കാതിരുന്നാൽ ആ പെണ്ണനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസം ഉണ്ടാവും. കാരണം ഈ മനസ്സിൽ തൗഹീദ് ഉള്ളിലുണ്ടാകും. അവിടെ നടക്കുന്ന ബിദ്അത്തുകൾക്കും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മൗലൂദുകൾക്കും റാത്തീബുകൾക്കും വിശ്വാസ വൈകല്യങ്ങൾക്കൊന്നും ഒരുപക്ഷെ ഈ പെണ്ണ് നിന്നു കൊടുക്കാൻ കുറച്ചു കാലൊക്കെ പിടിച്ചിക്കാനേ കഴിയുള്ളൂ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതിനോട് ലയിച്ചു പോകും. ആരാണ് ഉത്തരവാദി? ആ പെൺകുട്ടിയിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ പഠിച്ചു വളർന്ന് ഈ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അതുപോലെ തന്നെ ഖുറാഫാത്തിന്റെ ഒക്കെ പ്രചാരകരായി തീർന്നാൽ അതിന്റെ ഉത്തരവാദി ആരാ? അതിന്റെ ഉത്തരവാദി ഈ കല്യാണം കഴിച്ചു കൊടുത്ത വാപ്പാക്ക് തന്നെയാണ്. യാതൊരു സംശയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കും.
അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ മാത്രം ദീൻ നോക്കിയാൽ പോരാ. കല്യാണം കഴിച്ചു കൊടുക്കുന്ന ചെക്കനും ദീനുണ്ടോ, തൗഹീദുണ്ടോ, ഇവൻ ബിദ്അത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് സഹോദരന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പ്രവാചകൻ പറഞ്ഞല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു വിശ്വാസിയുടെ മതം എന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മതത്തിലായിരിക്കും അവൻ. അവനേറ്റ് കള്ളുടിക്കുന്നവനാണെങ്കിൽ ഇവളും കള്ളുടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ അവൻ തോന്നിവാസത്തിലാണെങ്കിൽ ഇവളും അവസാനത്തിലേക്ക് തോന്നിവാസത്തിലേക്ക് പോകും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അത് കൂട്ടുകാർ, ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവിനേക്കാൾ അടുത്ത ബന്ധങ്ങൾ വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ. അത് സ്വാഭാവികമായിക്കൊണ്ടോ അതിന്റെ ആദർശത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ജാഹിലിയത്തിലൊക്കെ അഥവാ തൗഹീദൊന്നും അത്ര നോക്കാതെ അവസാനം ആ മക്കൾ ഇങ്ങനെ ആ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഖുറാഫാത്തിലേക്കും തന്നെ പോകുന്നു കാണുമ്പോൾ അപ്പോൾ വിരൽ കടിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അത് മാത്രമല്ല, അത്തരം കല്യാണങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാർ ഒരു ബർക്കത്തും ഒരു പക്ഷെ കിട്ടിക്കോണമെന്നില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കല്യാണങ്ങൾ അഥവാ ഫദ്ഫർ ബിദാത്തി ദീൻ എന്ന് പറഞ്ഞല്ലോ, ദീൻ ഉള്ളവളെ നീ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ പ്രവാചകൻ കാലാകാലത്തേക്കുമുള്ള ഏത് കാലത്തേക്കുമുള്ള നിർദ്ദേശമായിക്കൊണ്ട് നമുക്ക് നൽകിയതാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ദീൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനും ആ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ മതം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹിതരാകുന്ന ദമ്പതിമാർ തമ്മിൽ പരസ്പരം കാണുക എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് വളരെയധികം അനാചാരങ്ങളും വേണ്ടാത്തരങ്ങളും ധൂർത്തുകളും പല തിന്മകളും അടങ്ങിയ ഒരു സമ്പ്രദായമായി ആ ഒരു ചടങ്ങ് മാറിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ ഖതബ അഹദുക്കുമുൽ മർഅ, നിങ്ങളൊരു സ്ത്രീയെ വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഫഇൻ ഇസ്തതഅ അൻ യൻദുറ മിൻഹാ മാ യദ്ഉ ഇലാ നിക്കാഹിഹാ ഫൽയഫൽ. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആവശ്യമായ അഥവാ നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം എന്ന് പ്രവാചകൻ. അങ്ങനെ നോക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ഫൽയഫൽ, അവൻ നിങ്ങൾ നോക്കട്ടെ. ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കല്യാണം ആഗ്രഹിച്ചത് നീ അവിടെ കണ്ടോ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നീ അവളെ പോയി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വിവാഹം അന്വേഷിക്കുമ്പോൾ പെണ്ണിനെ കാണുക എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ ഉള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വെച്ചാൽ പലപ്പോഴും വിവാഹം അന്വേഷിക്കുന്ന ഭർത്താവ് പോയി കാണുന്നതിന് മുമ്പ് ഇപ്പം എനിക്ക് തന്നെ അടുത്തറിയുന്ന സംഭവങ്ങൾ എനിക്കുണ്ട്. അഥവാ ആദ്യം പെണ്ണ് കാണാൻ പോകുക പെണ്ണിൻ്റെ പുതിയാപ്പളിൻ്റെ വാപ്പയാണ്. പുതിയാപ്പളിൻ്റെ വാപ്പ പോയിട്ട് പെണ്ണ് കണ്ട് ആ വീടും തറവാടും കാറിൻ്റെ ഷെഡും കാറിൻ്റെ വലുപ്പും ഒക്കെ നോക്കി വന്ന് ബാപ്പാക്ക് പറ്റിയ മകനെ പറഞ്ഞേക്കും. ഇത് എവിടുന്ന് കിട്ടിയതത്? ബാപ്പല്ലല്ലോ കല്യാണം കഴിക്കണത്, മകനല്ലേ കല്യാണം കഴിക്കണത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞത് എൻ്റെ സ്വന്തം അനുഭവത്തിലുള്ള സംഭവം ഞാൻ പറഞ്ഞു. ആ ദൂരത്തുനിന്നല്ല, ഈ നാട്ടിൽ തന്നെയുള്ള സംഭവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനൊന്നും ഇസ്ലാമിൽ ഒരു വാതിലുണ്ടെങ്കിൽ ആ വാതിൽ കൂടെ മാത്രമേ കയറാൻ പാടുള്ളൂ. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭർത്താവിനോടാണ് നോക്കാൻ പറഞ്ഞത്. ഇനി ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഭർത്താവിൻ്റെ കൂടെ പിതാവ് പോകണമെന്ന് തിരക്കടങ്ങുന്നില്ല. പക്ഷേ ഭർത്താവിന് പറ്റി വാപ്പാക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ വാപ്പാക്ക് പറ്റി മറ്റുള്ള ഇളാപ്പാക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കണമെന്ന് വെച്ചാൽ ഒരു ചെങ്ങായി കല്യാണം കാണാൻ പോവുകയാണെങ്കിൽ ഓൻ്റെ കൂടെ ഓൻ്റെ സെറ്റ് അടക്കി പോകില്ല. എന്നിട്ട് ആ സെറ്റുള്ള എല്ലാവർക്കും ആ പെണ്ണിനെ പറ്റണം. ഈ ഒരു പെണ്ണൊരു പ്രദർശന വസ്തുവായിട്ട് ഇങ്ങനെ സൗന്ദര്യ മത്സരത്തിന് വന്ന പോലെ ഇവന്റെ മുന്നിൽ ഇങ്ങനെ സൗന്ദര്യം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ ഈ തോന്നിവാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് സലഫി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് ഒരു വ്യത്യാസം അതിലൊന്നുമില്ല. ഇതിലൊക്കെ എല്ലാവരും ഐക്യത്തിലാണ്. സഹോദരന്മാർ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനൊന്നും അള്ളാഹുവിൻ്റെ ബർക്കത്തുകളും സഹായം ഉണ്ടാവില്ല. മാത്രമല്ല, ഇതിപ്പോൾ അങ്ങനെ കണ്ടുപോയി പിന്നെ ആ ചടങ്ങിന് 10,000-കണക്കിന് രൂപയുടെ മിഠായികളും അതുപോലെ തന്നെ സമ്മാനങ്ങളും വാങ്ങിക്കൊടുത്ത് കല്യാണത്തിൻ്റെ ഈ ഒന്നാമത്തെ ചടങ്ങിൽ തന്നെ ദൂർത്ത് തുടങ്ങുകയാണ് സമുദായം. ഇതൊക്കെ കൊറോണയ്ക്ക് ശേഷം ഇത്രയധികം ഈ സമുദായത്തിലേക്ക് ഈ തോന്നിവാസങ്ങളും ദൂർത്തൊക്കെ കടന്നു വന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ 10,000-കണക്കിന് രൂപയുടെ മിഠായികൾ കൊടുത്തിനി കല്യാണം ചീറ്റിപ്പോയാലോ ആ മിഠായി പോയി ആ മനസ്സിലെന്താ ഉണ്ടാകുക? അത് മനസ്സോടല്ല കൊടുക്കണത്. തൃപ്തിപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് തിരിച്ചു വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങൂലോന്. യഥാർത്ഥത്തിൽ എന്തൊന്നും ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച രീതി തന്നെ നമുക്ക് കൃത്യമായി കൊണ്ട് മതിയാവും. ഒന്നാമത്തെ ദൂർത്ത് അവിടെ തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സമുദായത്തിൽ എത്ര ആളുകൾ പാവങ്ങൾ. ഇപ്പം നിങ്ങൾ 2 ദിവസം മുമ്പ് വായിച്ചല്ലോ,
ഒരു പള്ളിയിൽ പിന്നെ ദർസ് നടക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പഠിപ്പിക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു മദ്രസാധ്യാപകനാണ് ഒരു പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത്. നമ്മൾ ആലോചിച്ച് നോക്കണം. സാധാരണക്കാരനല്ല, വിവരമില്ലാത്തവനല്ല, മതം പഠിച്ച പണ്ഡിതന്മാർ ഉസ്താദുമാർ പോലും ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്നു. കാരണം കടം കുടുങ്ങിയിട്ട്, പൈസ ഇല്ലാതെ, സ്വന്തം മക്കളെയും പെണ്ണുങ്ങളെയും പോറ്റാൻ പണമില്ലാതെ, രണ്ടറ്റം മുട്ടിക്കാൻ ശേഷിയില്ലാതെ ആത്മഹത്യയിലേക്ക് വരെ ചിന്തിക്കുന്ന മതം പഠിച്ച ആളുകൾ വരെ ഈ സമുദായത്തിലുണ്ട്. എപ്പോഴാണ് ഈ ഒരു നിക്കാഹിൽ ഒരു കുറഞ്ഞ ചെലവിൽ നടത്താവുന്ന ഒരു കല്യാണത്തിന്റെ നിശ്ചയം പോലും അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് പോലും വലിയ ആർഭാടങ്ങളായി, വലിയ ധൂർത്തുകളായി സമൂഹത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന സഹോദരൻ, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതൊന്നും ഒഴിവാക്കി വിചാരിച്ച് സമുദായത്തിൽ ഒരു സ്റ്റാറ്റസിനും ഒരു ഇടിവും സംഭവിക്കൂല. അങ്ങനെ ഇടിവ് സംഭവിക്കുന്നതിനായിട്ട് ഇടിഞ്ഞോട്ടെ, ആ ബാക്കിയുള്ള സ്റ്റാറ്റസൊക്കെ നമുക്ക് മതി. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ജനങ്ങളുടെ തൃപ്തിയേക്കാൾ വലുത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടുകാർ ഒന്നിച്ചു പോവുക. അതേപോലെ തന്നെ ഒരു ടീം ഒന്ന് കണ്ടാൽ പിന്നെ അടുത്ത ടീം വരിക, പിന്നെ ഒരു 3-4 ടീം ഇങ്ങനെ വന്നിട്ട് കല്യാണം ഓളങ്ങനെ സ്കാൻ ചെയ്ത് ഓളങ്ങനെ അങ്ങോട്ട് ചോദിച്ച് ഇങ്ങോട്ട് മറിച്ച് ഇങ്ങനെ ആലോചിക്കും. നിങ്ങൾ ആലോചിക്കും, ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് എത്രയായിരിക്കും ചിലവ്? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ വരുമ്പോൾ സാമ്പത്തികമായിക്കൊണ്ട് വലിയ പിന്നെ എത്ര ശേഷിയുള്ളവനാണെങ്കിലും ആ പൈസ ഒരു ചിലവല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ശരിക്ക് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാൽ, ഒരു മനുഷ്യ പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി കാണണം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നേരിട്ട് കാണാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ ഏറ്റവും നല്ലത് നേരിട്ട് കാണലാണ്. ഫോട്ടോ കണ്ടാൽ, ഒരു ഫോട്ടോ കൊടുത്തയച്ച് ആ ഫോട്ടോ കണ്ട് തൃപ്തിപ്പെടുമ്പോൾ സംഭവിക്കുക, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി 3 ഇല്ലത്തുകൾ, 3 കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നെന്താ വെച്ചാൽ, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇവൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ല. അവളെ സംബന്ധിച്ചോർത്തും അവൻ അന്യനാണ്, അവളെ സംബന്ധിച്ചോർത്തും അവനെ സംബന്ധിച്ചോ ഇവളും അന്യനാണ്. അപ്പോൾ ഒരു അന്യപുണ്യന്റെ ഫോട്ടോ അവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അത് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. മാത്രമല്ല, അവന്റെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുത്തത് അവളെങ്ങനുണ്ട്, ഇവളെങ്ങനുണ്ട്, അല്ലെങ്കിൽ ഓനെങ്ങനുണ്ട്, എല്ലാവരോടും പിന്നെ ഇതിനൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് അതിലേതെങ്കിലും ഒരുത്തൻ അഭിപ്രായം മാറ്റി പറഞ്ഞാൽ ആ വിവാഹം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. മാത്രവുമല്ല, ഈ ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോയും ഒറിജിനലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പം എല്ലാവർക്കും അറിയാലോ, ആ നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല, പിന്നെ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഇസ്ലാം അവരോട് നേരിട്ട് കാണണമെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഒരു ചിത്രം കാണൽ മാത്രമല്ല, അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അവിടെ ലജ്ജ എത്ര മാത്രം ഉണ്ട്. ഒരു പെണ്ണിനോട് 5 മിനിറ്റ് സംസാരിച്ചാൽ അവർ ഉളുപ്പ് എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല, സംസാരത്തിന്റെ ശൈലി എന്താണ്, ശബ്ദം എങ്ങനെയാണ്, ഒരു പുരുഷനും അന്യപുരുഷനോട് ഇടപെടൽ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവില്ല. അത് നേർക്കുനേരെ സംസാരിച്ച് അത് പെണ്ണിനോട് സംസാരിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. മാത്രമല്ല, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിനോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ എന്ന് പറഞ്ഞാൽ, ഏതായാലും പെണ്ണാണെന്നല്ലെന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അന്യപുരുഷൻ, ഒരു മഹറമിന് കാണാൻ പറ്റുന്ന അവിടെ മുഖവും അതുപോലെ തന്നെ കൈകളും മാത്രമല്ലാതെ വേറെവിടെയും കാണാൻ പാടില്ല എന്നാണ്. മാത്രമല്ല, അതബോടുകൂടി ഹയാവോടുകൂടി സംസാരിക്കണം. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെൺകുട്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കാമെന്ന ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. വജഅതു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാഇൻ. അതിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി മൂസാ നബിനെ വിളിക്കാൻ വേണ്ടി ശുഐബ് നബി വാപ്പ പറഞ്ഞു വെച്ചപ്പോൾ എങ്ങനെ വന്നത്? അലാ ഇസ്തിഹ്യാഇൻ, ലജ്ജയോടുകൂടി. ഒരു അന്യപുരുഷന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഒരു ലജ്ജയോടുകൂടി ആ രീതിയിലാണ് പലപ്പോഴും ആ രീതിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്. ഇതൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വാക്കിൽ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കാനും അറിയാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയുന്ന ആഴ്ചയിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ പള്ളിയുടെ കലക്ഷൻ എടുക്കുന്ന ദിവസമാണ്. എല്ലാ ആളുകളും അതിൽ കാര്യമായിക്കൊണ്ട് സഹകരിക്കണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു നമ്മിൽ നിന്നെല്ലാം നന്മ കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾക്കും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിത് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ, സഹോദരന്മാർ, പിഞ്ചു മക്കൾ, അല്ലാഹു അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ. കടം കൊണ്ടും മാറാവ്യാധികൾ കൊണ്ടും പ്രയാസപ്പെടുന്ന വിശ്വാസികൾ, അല്ലാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ തീർത്താ കടബാധകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الإسلام والمسلمين
وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد.